ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ ഇന്ന് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഗ്രീൻ ചില്ലി അൽഫാമാണ് ഇട്ട് ഉണ്ടാക്കുന്നത്. വളരെ പെട്ടെന്ന് ഓവണിലോ ഗ്രില്ലോ ഇതിലൊന്നും ഇല്ലാതെ സാധാ നമ്മൾ നോൺ സ്റ്റിക്കിൻ്റെ ചട്ടിയിൽ വെച്ചിട്ട് ഓയിൽ ഇതൊക്കെ കുറവായിട്ട് വളരെ പെട്ടെന്ന് എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഈ മഴക്കാലത്തൊക്കെ നമുക്ക് പുറത്തൊക്കെ കണലും ഇതൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ കാരണം. അപ്പോൾ വളരെ പെട്ടെന്ന് നമ്മൾ കിച്ചണിൽ തന്നെയാണ് നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട് നോൺ സ്റ്റിക്കിൻ്റെ ചട്ടിയിൽ വെച്ചിട്ട് വളരെ പെട്ടെന്ന് ഒരു അടിപൊളി അൽഫാം. അപ്പോൾ ഇതിലേക്ക് ആവശ്യമായത് ഇഞ്ചി, വെളുത്തുള്ളി, കുരുമുളക്, അതേപോലെ ചപ്പ്, കട്ട തൈര്, പുതിന, കറിവേപ്പില, പച്ചമുളക്, ലെമണിൻ്റെ നീര്, അതേപോലെ ഗരം മസാല, ഇത്രയാണ് കേട്ടോ. ഇത് നല്ല മിക്സിയിലിട്ടിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ നമ്മൾ അരച്ചെടുക്കണം. നാരങ്ങൻ്റെ നീര് കുറച്ച് അപ്പോൾ അത് പേസ്റ്റ് രൂപത്തിൽ നമ്മൾ മസാലകളൊക്കെ പേസ്റ്റ് ആക്കിയിട്ട് അരച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ചിക്കനിലേക്ക് മസാല കൂട്ടിയിട്ട് വെക്കുക. ചിക്കൻ നമ്മളിത് കഴുകി നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാല ഒഴിക്കണേ. നല്ല മിക്സ് ചെയ്യുക. മസാലയും കാര്യങ്ങളൊക്കെ തേച്ച് പിടിപ്പിച്ച് ഇനി നമ്മൾ എന്താ ചെയ്യാന്നുള്ളത്, 1 മണിക്കൂർ നമ്മളിത് ഒന്ന് റെസ്റ്റ് ഇതാക്കാൻ വേണ്ടി വെക്കണം കേട്ടോ ഫ്രിഡ്ജിൽ. ഇതിൻ്റെ മുന്നേ അൽഫാം ഉണ്ടാക്കിയിരുന്നു. അത് എന്താ പറയുക, ഓവളിൽ വെച്ചിട്ടല്ല ഗ്രില്ല് ചെയ്തിട്ടുണ്ടാക്കിയിട്ടുണ്ട്. അതേപോലെ എയർ ഫ്രൈയിലും വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഗ്രീൻ ചില്ലി അൽഫാം ഫസ്റ്റ് ആയിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. എങ്ങനെയുണ്ടെന്നൊക്കെ നമുക്ക് കാണാം. ഏതായാലും 1 മണിക്കൂർ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതാ ഏകദേശം 1 മണിക്കൂറൊക്കെ ആയിട്ടുണ്ട്. നമ്മൾ ചിക്കൻ എടുത്താണ് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് ഇതാ എടുത്തിട്ടുണ്ട്. നമ്മളൊരു പാന് വെച്ചിട്ട് ചൂടാവട്ടെ. ചട്ടിയിലേക്ക് കുറച്ചൊരു വെളിച്ചെണ്ണയാണ് കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണ യൂസ് ചെയ്യുക മതി. നമുക്ക് ആകെ ഈ ഒരു എണ്ണ മാത്രമേ ഇതിൽ യൂസ് ചെയ്യണുള്ളൂ കേട്ടോ. ഇനി നമ്മൾ ചിക്കൻ ഇതിലേക്ക് വെച്ചെടുക്കുക. ചെറിയ തീയിൽ വേണം. തീയിലായിട്ട് നമ്മൾ അടച്ച് വെക്കണം കേട്ടോ. ഏകദേശം ആയി വരുന്നുണ്ട്. നമ്മൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. വീണ്ടും അടച്ച് കൊടുക്കട്ടെ. ഒന്ന് തുറന്ന് നോക്കട്ടോ. ഏകദേശം ഇതാ കുക്കൊക്കെ ആയി വന്നിട്ടുണ്ട്. 2 സൈഡും ആയിട്ടുണ്ട് കേട്ടോ. നമ്മളിവിടെ ഒരു കനൽ സ്മോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അൽഫാമൊക്കെ ആകുമ്പോൾ സ്മെല്ല് കിട്ടണമല്ലോ. അപ്പോൾ ഇത് ചൂടാക്കാൻ വെച്ചിരുന്നു. ഇങ്ങനെ ഇവിടെ ഒന്ന് വെച്ചെടുക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് ഈ ഒരു ഇതിൽ തന്നെ വേഗം അടച്ച് വെക്കുക. എന്നിട്ടൊരു കുറച്ച് സമയം അങ്ങനെ കിടക്കട്ടെ. സ്മെല്ല് കാര്യങ്ങളൊക്കെ ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓപ്പണാക്കി നോക്കട്ടോ. അപ്പോൾ അടിപൊളി നല്ല നമ്മൾ ഗ്രില്ല് ചെയ്തെടുത്ത് അതേപോലത്തെ അൽഫാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളിന്ന് ഉണ്ടാക്കിയ ഗ്രീൻ ചില്ലി അൽഫാം കേട്ടോ. അടിപൊളി നല്ല നന്നായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ കേട്ടോ. അപ്പോൾ അൽഫാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.